നമസ്കാരം. 2024 കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രത്യേകതയുണ്ട്. അത് രണ്ട് മുന്നണികൾക്ക് പകരം 3 മുന്നണികളിൽ ഏറ്റുമുട്ടുന്ന ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എല്ലാ മണ്ഡലങ്ങളിലും എന്നത് തന്നെയാണ് ആ പ്രത്യേകത. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് അതിശക്തമായ രീതിയിൽ BJP ഒരു കുതിച്ചുചാട്ടം നടത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. വലിയ തോതിലുള്ള റേറ്റിംഗ് എല്ലാ മണ്ഡലങ്ങളിലും തന്നെ BJP കാഴ്ചവെച്ചിരുന്നു. അത് 2014 എത്തിയപ്പോഴേക്കും മോദി മൂന്നാമതും തുടർഭരണത്തിലേക്ക് എത്തുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രവണതയൊക്കെ ഇന്ത്യയിലെങ്ങും കണ്ടു തുടങ്ങി. അത്തരത്തിൽ മോദി തന്നെ കേരളത്തിലേക്ക് എത്തുകയും അതിശക്തമായ രീതിയിലുള്ള ഒരു പ്രചാരണ പരിപാടികൾക്കൊക്കെ തുടക്കമിടുകയും ചെയ്തു. അത് തൃശ്ശൂരിലാണ് തുടക്കമിടുന്നത്. തൃശ്ശൂർ പിടിക്കുമെന്ന് പറഞ്ഞ് 2 വർഷം മുൻപ് സുരേഷ് ഗോപി മുന്നോട്ട് വരികയും അതിനുശേഷം തുടർ പ്രവർത്തനങ്ങളോടെ തൃശ്ശൂരിൽ BJP ഒരു കരുത്തായി മാറുകയും ചെയ്തു. അതിന് ഒരു ആക്കം കൂട്ടുന്നതിന് വേണ്ടിയാണ് മാസങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിൽ സ്ത്രീ ശാക്തീകരണ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ മോദി എത്തുന്നതും അത് വലിയ വിജയകരമായ ഒരു പരിപാടിയായി മാറുന്നത്. അതിനുശേഷം ഈ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂരിൽ മോദി എത്തുകയും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുകയും ചെയ്തു. അങ്ങനെയാണ് തൃശ്ശൂരിലേക്കും അതിശക്തമായ രീതിയിൽ സുരേഷ് ഗോപി വരുന്നതും BJP ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് മോദി തന്നെ പ്രഖ്യാപിക്കുന്നത്. 3 സീറ്റിന് മുകളിൽ സീറ്റുകൾ 3ലേറെ പാർലമെൻറ്റ് സീറ്റുകൾ BJP നേടുമെന്ന തരത്തിലായിരുന്നു മോദിയുടെ അടക്കമുള്ള കേന്ദ്ര നേതാക്കളുടെ പ്രഖ്യാപനം. എന്നാൽ അത് ആദ്യം സാധിക്കുക തൃശ്ശൂരിലായിരിക്കുമെന്നും സുരേഷ് ഗോപിയിലൂടെ ആയിരിക്കും BJP അങ്ങനത്തെ ഒരു സീറ്റ് ഉറപ്പിക്കുക എന്നുമുള്ള പ്രചാരണം അതിശക്തമായിട്ട് തന്നെ കേരളത്തിലെങ്ങും മാറ്റിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് തളി ക്ഷേത്രത്തിലൊരു പരിപാടി കഴിഞ്ഞ് മാധ്യമപ്രവർത്തകരെ കാണുന്നതിനിടയിൽ ഒരു വനിതാ മാധ്യമപ്രവർത്തക സുരേഷ് ഗോപിയുടെ തോളിൽ കൈവയ്ക്കുന്നതും അത് വലിയ വിവാദമായി മാറുന്നതും അത് കേരളം ഇത്രയും നാൾ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായി മാറുകയും കേരളമെങ്ങും ചർച്ച ചെയ്യുകയും പിന്നീടത് പോലീസ് കേസിലേക്ക് വരികയും സുരേഷ് ഗോപി അറസ്റ്റിലാകും എന്നൊക്കെയുള്ള രീതിയിൽ വർത്തമാനങ്ങളും അത് കോലാഹലങ്ങളൊക്കെ ഉണ്ടാകുകയും അത് പിന്നീട് അപ്രത്യക്ഷമാവുകയായിരുന്നു. ഇതൊക്കെ സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് കളം പിടിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് CPM അനുകൂലികളും CPM കെട്ടിച്ചമച്ച ഒരു കഥയായിട്ടാണ് പിന്നീട് മാറിയത്. ഇതിന് നേതൃത്വം നൽകിയത് മീഡിയ 1 എന്ന ചാനലിലൂടെയായിരുന്നു. അതിൻ്റെ മാധ്യമ പ്രവർത്തകയായിരുന്നു ഈ കേസിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ കേസിൻ്റെ വാദിയായി വന്നത്. അതിനുശേഷമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ലൂർദ് മാതാ പള്ളിയിൽ ഒരു കിരീടം വയ്ക്കുന്നതും അദ്ദേഹത്തിന് വഴിപാടായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊപ്പം ചേർന്നുകൊണ്ടാണ് ആ വഴിപാട് കിരീടം സമർപ്പിക്കുന്നത്. എന്നാൽ അതിനുശേഷം കിരീടം സമർപ്പിച്ച ശേഷം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വലിയ വിവാദമാവുകയും അത് സ്വർണത്തിൻ്റെതല്ല ചെമ്പാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെയുള്ള വിവാദം ഭയങ്കരമായി വലിയ തോതിൽ ആളിക്കത്തുകയും ചെയ്തു. അതിനുശേഷം ഇത് പരിശോധനയ്ക്ക് സ്വകാര്യമായി ഈ പള്ളിയിലെ ട്രസ്റ്റി അംഗങ്ങൾ പരിശോധനയ്ക്ക് അയക്കുകയും പരിശോധിച്ച ശേഷം അത് സ്വർണം തന്നെയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ആ വിവാദവും കെട്ടടങ്ങി. ഇപ്പോൾ സുരേഷ് ഗോപിയെ അല്ലെങ്കിൽ BJPയെ തകർക്കാനുള്ള ഒരു മൂന്നാമത്തെ ഏറ്റവും പ്രധാന ആരോപണമായി വരുന്നത് സുരേഷ് ഗോപി മലയാളത്തിലെ കഥകളി രംഗത്തെ ഏറ്റവും വലിയ ആചാര്യനെന്ന് വിശേഷിപ്പിക്കുന്ന ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിലെ കഥകളിയുടെ ഇതിഹാസമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലാമണ്ഡലം ഗോപിക്ക് പത്മഭൂഷൺ സമ്മാനിക്കാം എന്ന് പറഞ്ഞ ഒരു പ്രസ്താവനയായിരുന്നു. നേരത്തെ സുരേഷ് ഗോപിയുടെ ഒരു ദൂതനായിട്ടൊരു ഡോക്ടർ, ഇരിങ്ങാലക്കുട സ്വദേശിയായ ഒരു ഡോക്ടർ കലാമണ്ഡലം ഗോപിയെ സന്ദർശിക്കുകയും നമുക്ക് വേണ്ടി സുരേഷ് ഗോപിക്ക് താങ്കളെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്, അനുഗ്രഹം മേടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുകയും പക്ഷേ കലാമണ്ഡലം ഗോപി അത് നിരസിക്കുകയും ചെയ്തു ആയിരുന്നു വാർത്തകൾ വന്നത്. അതിനുശേഷമാണ് ഈ ഡോക്ടർ തന്നെ പറയുന്നത് ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ, നമുക്ക് ഒരു പത്മഭൂഷൺ ഒക്കെ മേടിക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരിക്കലും കലാമണ്ഡലം ഗോപിയാശാനല്ല ഒരു കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത് കേരളം അറിയുന്നത്. എന്നാൽ പിന്നീട് ഇതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് കലാമണ്ഡലം ഗോപി എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഗോപിയാശാൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കി. താനൊരു CPMൻ്റെ തികഞ്ഞ അനുഭാവിയാണ്, അതുപോലെ തന്നെ തൻ്റെ മണ്ഡലത്തിൽ മന്ത്രി K. രാധാകൃഷ്ണൻ മത്സരിക്കുന്നത്, അദ്ദേഹത്തിന് തന്നെയായിരിക്കും താൻ വോട്ട് ചെയ്യുക എന്നൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല തൃശ്ശൂരിൽ അദ്ദേഹം VS സുനിൽകുമാറിനെ വോട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം
അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപിയുമായി തനിക്ക് വലിയ അടുപ്പമുണ്ട്. പണ്ട് ഇങ്ങനെ ഒരു യാത്രാമധ്യേ പത്മഭൂഷൺ എങ്ങനെയാണ് കിട്ടുക, അതിന് വല്ല സൗകര്യവും ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് താൻ തന്നെ സുരേഷ് ഗോപിയോട് ചോദിച്ചതുമാണ് എന്ന് കലാമണ്ഡലം ഗോപി പറയുകയും ചെയ്തു. അതോടെ ആ വിവാദവും കെട്ടടങ്ങി. ഇങ്ങനെ നിരന്തരമായി വിവാദങ്ങളിൽ പെടുത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ശത്രുപക്ഷം, അത് CPM മാത്രമല്ല കോൺഗ്രസും ഒരുമിച്ച് നിന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അതിന് പ്രധാന കാരണം തൃശ്ശൂരിൽ ഇപ്പോൾ സുരേഷ് ഗോപി അക്കൗണ്ട് തുറക്കും എന്നുള്ള ഒരു പ്രതീതി മൊത്തത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ ഏറ്റവും അധികം അപവാദങ്ങളിൽ പെടുത്തുക, ഏറ്റവും അധികമായിട്ട് അപകീർത്തിപ്പെടുത്തുക എന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ CPM കോൺഗ്രസും ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് BJP പ്രവർത്തകർ ആരോപിക്കുന്നത്. എന്തുതന്നെയായാലും സുരേഷ് ഗോപിക്കെതിരെയുള്ള ആരോപണങ്ങളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരികയാണ് എന്നത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. അതിനനുസരിച്ച് സുരേഷ് ഗോപിയുടെ പ്രശസ്തി, സുരേഷ് ഗോപി ഒരു സ്ഥലത്തേക്ക് പ്രസംഗത്തിനെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് വോട്ട് ചോദിക്കാനെത്തുമ്പോൾ ആളുകൾ കൂടുന്നതും അതിനനുസരിച്ച് വർദ്ധിച്ചു വരികയാണ്. അതിൽ പ്രധാനമായും സ്ത്രീകളും കുട്ടികളുമാണ്. അത് പുതിയ ജനറേഷനിൽപ്പെട്ട കുട്ടികളും അതുപോലെ തന്നെ ഈ നിർണായകമായ ഓരോ തിരഞ്ഞെടുപ്പിലും നിർണായക ശക്തിയായി മാറുന്ന സ്ത്രീജനങ്ങളുമാണ് സുരേഷ് ഗോപിക്ക് വലിയ ആരാധക വൃന്ദമായി ചുറ്റും നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതങ്ങൾ കാഴ്ചവെക്കാൻ BJPക്ക് കഴിയുമെന്ന ഉറപ്പും വിശ്വാസവുമാണ് BJP പ്രവർത്തകർക്കും അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കും ഇപ്പോഴുമുള്ളത്.